ഈ വീഡിയോ കാണുന്നതിന് മുമ്പായി ഇതിൻ്റെ ആദ്യ ഭാഗം കാണുക. ലിങ്ക് ഐ ബട്ടണിൽ നൽകിയിട്ടുണ്ട്. കാർത്തിക ദീപം തമിഴ്നാട്ടിൽ ആഘോഷിക്കപ്പെടുന്ന ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള ആഘോഷം. കാർത്തിക ദീപം എന്ന് പറഞ്ഞാൽ ഓരോ തമിഴ് ജനതയുടെയും മനസ്സിൽ ആദ്യം തെളിയുന്ന രൂപം തിരുവണ്ണാമലയായിരിക്കും. ചരിത്രം പരിശോധിച്ചാൽ തമിഴ്നാടിൻ്റെ യഥാർത്ഥ ദീപാവലിയായി കാണുന്നത് കാർത്തിക ദീപത്തെയാണ്. തമിഴ് പഴമക്കാർ കാർത്തിക ദീപത്തെ ഒരു നാളിൽ മാത്രമല്ല ആ മാസം മുഴുവൻ ആചരിച്ചിരുന്നു. വെറുമൊരു പുരാണ വഴിപാട് എന്ന നിലയിൽ മാത്രമല്ല കാർത്തിക ദീപത്തെ തമിഴ് പഴമക്കാർ കണ്ടിരുന്നത്. അത് അവർക്കൊരു സഹായം കൂടിയായിരുന്നു. വർഷത്തിൽ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ഈ മാസത്തിൽ പകൽ നേരം കുറവായിരിക്കും. വൈദ്യുത ഉപകരണങ്ങൾ പ്രകാശം പരത്തുന്ന ഈ കാലഘട്ടത്തിൽ അത് ഒരു പ്രശ്നമല്ല. എന്നാൽ പഴങ്കാലഘട്ടത്തിൽ അത് വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. അതിനാൽ ഈ മാസം മുഴുവൻ വലിയ ദീപങ്ങൾ പലയിടങ്ങളിൽ കൊളുത്തി ഇരുട്ടിനെ അകറ്റി ദൈനംദിന ജോലികൾ അവർക്ക് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു. ഏകൻ അനേകനായി അനേകൻ ഏകനായി വിളങ്ങുന്നു എന്ന വലിയ തത്വം കാർത്തിക തിരുനാൾ അന്ന് തിരുവണ്ണാമല ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു വഴിപാടിൽ കൂടി നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതായത് കാർത്തിക ദീപ തിരുനാൾ അന്ന് രാവിലെ ക്ഷേത്രത്തിൽ ഭഗവാന്റെ സമീപം ഒരു വലിയ ദീപം കൊളുത്തും. അതിൽ നിന്നും 5 ദീപങ്ങൾ കൊളുത്തും. ശേഷം പൂജകൾ നടത്തപ്പെടും. അവസാനം എല്ലാ ദീപങ്ങളും ഒന്നാക്കി ഭഗവാന്റെ സമീപം തന്നെ വയ്ക്കും. എല്ലാം ശിവമയം. ശിവനിൽ നിന്നും പല രൂപത്തിൽ എല്ലാം ജന്മമെടുക്കുന്നു. അവസാനം ശിവനിൽ തന്നെ ലയിക്കുന്നു. ഈ ശ്ലോകം ഒന്ന് കേട്ടു നോക്കൂ. നെരുപ്പ് മൂട്ടി നെയ്യെ വിട്ട് നിത്തം നിത്തം നീരിലെ വിറുപ്പമോടു നീർ കുളിക്കും വേദവാക്യം കേളുമേ നെരുപ്പ് നീറും ഉമ്മുളെ ഇണൈന്തു കൂറും വല്ലിലെ സുറുക്കമറ്റ ജ്യോതിയെ തുടർന്നു കൂടലാകുമേ. സിദ്ധൻ ശിവവാക്യർ എഴുതിയ ഈ ശ്ലോകത്തിൽ നിന്നും നമുക്ക് നമ്മിൽ അടങ്ങിയിട്ടുള്ള അഗ്നിയെപ്പറ്റി മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ വരികളുടെ അർത്ഥം എന്തെന്നാൽ നെരുപ്പ് അതായത് അഗ്നി എന്നത് നമ്മിൽ ഉള്ള കുണ്ടലിനി അഗ്നിയെ കുറിക്കുന്നു. നീർ എന്നാൽ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള രക്തം. ഹോമകുണ്ഡമായി കണക്കാക്കുന്നത് നമ്മുടെ ശരീരത്തെ തന്നെയാണ്. നാം ആരാധിക്കേണ്ടത് നമ്മിൽ അടങ്ങിയിട്ടുള്ള അഗ്നിയെ തന്നെയാണ്. ഏതൊരുവനാണോ ഇതിനെ മുഴുവനായും ഉൾക്കൊള്ളുന്നത് അവൻ ജ്യോതി രൂപത്തിലുള്ള ഈശ്വരനുമായി യോഗസാധനയിലൂടെ എന്നും ലയനത്തിൽ ആയിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.